ഹലോ, ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മട്ടനോ അല്ലെങ്കിൽ ബീഫോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 400 ഗ്രാം അളവിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റോളം മാറ്റി വെക്കാം. ഇനി ഒരു ബ്ലെൻഡറിലോട്ട് 1 ടീസ്പൂണ് ഫുള്ളായിട്ട് ഇഞ്ചി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് ഫുള്ള് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ പച്ചമുളക് ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 400 ഗ്രാം ഇറച്ചി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന. 2 കപ്പ് അരിയാണ് ഈ ഒരു അളവിൽ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ചെറിയ 2 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. വലിയ സവാളയാണെങ്കിൽ, ഒരു മീഡിയം സൈസിലുള്ള സവാളയാണെങ്കിൽ 1.5 ഒക്കെ മതിയാകും, 2 ഫുള്ള് വേണ്ട. ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് വഴന്ന് വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, 1 ടീസ്പൂണ് ബാക്കി വെച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ കംപ്ലീറ്റ് ചേർക്കുന്നില്ല കേട്ടോ. 1 ടീസ്പൂൺ മാത്രം ബാക്കി വെച്ചാൽ മതി. നമുക്ക് പിന്നീട് റൈസ് വേവിക്കുമ്പോൾ ആ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കാനാണ്. അത് ഒരു ഇച്ചിരി മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1.5 ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് അടയണം, ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് അടയുന്ന പരുവമാകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഇറച്ചിക്കൂട്ട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇതുപോലെ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നേരത്തെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് മല്ലിയില അരിഞ്ഞത് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പിനേക്കാളും കുറവായിട്ട് പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ് നിറച്ച് വേണ്ട കേട്ടോ, ഒരു 1/4 പാകം മതിയാകും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമില്ല കേട്ടോ. പിന്നീട് നമ്മൾ ഈ ഒരു വെള്ളം റൈസിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവാനുള്ള വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ചിക്കനാണെങ്കിൽ ഒറ്റ വിസിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ മട്ടൻ അല്ലെങ്കിൽ ബീഫൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്, അതിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ കുക്കറിലും വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നല്ല പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇറച്ചി കഷ്ണങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. വെള്ളം സെപ്പറേറ്റ് മാറ്റി വെക്കാം കേട്ടോ. വെള്ളം നമുക്ക് പിന്നീട് അളന്നിട്ട് ചേർത്ത് കൊടുക്കാനാണ്. കഷ്ണങ്ങൾ മാത്രം വേറെയും മാറ്റി വെക്കാം. ഇനി ഇതാ വേറൊരു കുക്കർ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, അതുപോലെ ഒരു ചെറിയ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് എനിക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതില്ലേ, അതും ബാക്കി ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ 1 ടീസ്പൂൺ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് റൈസ്, 2 കപ്പ് റൈസാണ്, കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റൈസും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഫ്ലെയിം കുറച്ചിട്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ബാസ്മതി റൈസാണ്. നിങ്ങൾക്ക് നെയ്ച്ചോറിൻ്റെ അരി വേണമെങ്കിൽ ചെറിയ അരി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അളവ്, നമ്മൾ അരിക്ക് എത്രയാണ് സാധാ നമ്മൾ വെള്ളം ചേർക്കുന്ന ആ ഒരു അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഇറച്ചി വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ ഒരു വേവിച്ച വെള്ളം അതും കൂടെ ചേർത്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 3.25 കപ്പ് വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കും കൂടെ ഉള്ളത് 3.25 കപ്പാണ്. ആ ഒരു സ്റ്റോക്കിലോട്ട് തന്നെ സാധാ വെള്ളം ചേർത്തിട്ട് 3.25 കപ്പ് അളവാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിയാണ് എടുത്തത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് അരിയാണ് 4 കപ്പ് വെള്ളമാണ് സാധാ വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് വെള്ളം കുറച്ചിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇറച്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3/4 കപ്പ് വെള്ളം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, പാകത്തിനാകുന്നുണ്ട്. ഇനി ഇതാ ഒരു ഇച്ചിരി മല്ലിയിലരിഞ്ഞതും പുതിനയിലരിഞ്ഞതും, ഒരു 2 ടീസ്പൂണ് പുതിനയിലരിഞ്ഞതും, ഒരു 1-2 ടേബിൾ സ്പൂണ് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് സാധാ നമുക്ക് റൈസിൻ്റെ വേവ് ഉണ്ടല്ലോ, ഒറ്റ വിസിൽ 1-2 വിസിൽ മാത്രം മതി, വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കിയത്. അപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവും നമ്മൾ ചേർത്ത വെള്ളവും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. കുഴഞ്ഞു വരുന്ന പരുവൊന്നും ആയിട്ടില്ല, നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇറച്ചിച്ചോറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. മന്തി അങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് അല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരേപോലെ കഴിക്കാതെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്